ഇന്നലെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഐറ്റമാണ് ഉണക്കമാന്തളും പിന്നെ ഉണക്കയിലയും. ഉണക്കമീൻ എന്ന് പറയാൻ പറ്റില്ല. മീൻ ഫ്രഷ് വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ്. അപ്പോൾ അധിക കാലം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. കുറച്ച് സ്പൈസി ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വെളിച്ചെണ്ണ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഇല്ല. അപ്പോൾ നേരെ കടയിൽ വന്നിട്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചു. പിന്നെ വേറെ ഒന്ന് രണ്ട് ഐറ്റം കൂടി മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോയി. ഇനി റൂമിലെത്തിയിട്ട് പരിപ്പ് കറി റെഡിയാക്കണം. പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. പരിപ്പ് കറി, പിന്നെ ചോറ്, പിന്നെ ഉണക്കമീൻ, പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ ചമ്മന്തിയാണ്, നെല്ലിക്ക ചമ്മന്തി. നെല്ലിക്കൊണ്ട് ഉണ്ടാക്കിയാണ്. പിന്നെ ചാള അച്ചാറിട്ടത്, അതായത് മത്തി നല്ല പോലെ ഫ്രൈ ചെയ്തിട്ട്. നാട്ടിലിപ്പോൾ ചെറിയ മത്തി കുറേ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പം ചെറിയ മത്തി വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയ അച്ചാറാണ്. അപ്പം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട്ടോടെ തന്നെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മത്തി അച്ചാറിടാം. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ അച്ചാറാണ്. നല്ല വെളുത്തുള്ളിയൊക്കെ കുറേ ഇട്ടിട്ട്. പിന്നെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് ഒഴിക്കാം. പരിപ്പ് കറിയും ഉണക്കമീനും അച്ചാറും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ. ഇനി ആ ഉണക്കമീനിൽ നിന്ന് ഉണക്കമാന്തളും പിന്നെ അതുപോലെ ഉണക്കയിലും കൂടി എടുത്തിട്ട് നമ്മൾ ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം. പിന്നെ നെല്ലിക്ക ചമ്മന്തി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് നെല്ലിക്ക ചമ്മന്തി കഴിക്കാൻ പോകുന്നത്. സംഭവം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ചെടുത്ത് നമ്മൾ ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഒരുവിധം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഉണക്കമീനും പിന്നെ അതുപോലെ നെല്ലിക്കൊക്കെ. ഇനി കഴിച്ചു തുടങ്ങിയാലോ. ആ പരിപ്പ് കറി കൂട്ടിയിട്ട് ചോറിൽ നല്ല പോലെ കുഴച്ചിട്ട് ആ ഉണക്കമാന്തലിൽ നിന്ന് ഒരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കാം. സംഭവം കുറേ കാലമായിട്ടുണ്ട് കേട്ടോ ഉണക്കമാന്തലൊക്കെ കൂട്ടി ചോറ് കഴിച്ചിട്ട്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഉണക്കമാന്തളും പിന്നെ അതുപോലെ പരിപ്പ് കറിയും ചോറും. സംഭവം അടിപൊളിയല്ലേ. ഇപ്പം എന്തായാലും കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ആ ഉണക്കയിലെടുത്തിട്ട് കഴിച്ചു നോക്കാം. എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് വാങ്ങിയിട്ട് ഉപ്പിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉണക്കമീനേക്കാൾ ടേസ്റ്റാണിത് ഉണക്കാതെ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. പക്ഷെ പിന്നെ ഉണക്കമീൻ ഇരിക്കുന്ന പോലെ കുറേ കാലമൊന്നും ഇരിക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഉണക്കമാന്തളും പിന്നെ ഉണക്കയിലൊക്കെ മാറ്റിയിട്ട് കഴിച്ചു നോക്കി പരിപ്പിൻ്റെ കൂടെ. സംഭവം പൊളിയാണ് കേട്ടോ. പിന്നെ ആ മത്തിയച്ചാറുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. നല്ല പോലെ ഫ്രൈ ചെയ്തിട്ട് ചെറിയ മത്തി ഉണ്ടല്ലോ, അങ്ങനെ അച്ചാറുണ്ടാക്കിയാണ്. നല്ല മസാല ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നെല്ലിക്കച്ചാറും അടിപൊളിയായിരുന്നു. ഉപ്പിലിട്ട നെല്ലിക്കയും പിന്നെ തേങ്ങ, പച്ചമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.